കൈത്തക്കാലം 1-ാം വ്യാഴം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവും വത്സല ശിഷ്യനും. യോഹന്നാന്റെ സുവിശേഷത്തിലെ അവസാന അധ്യായത്തിൽ അവസാനത്തെ 5 വചനങ്ങളാണ് നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. പത്രോസിനെ അജപാലകനായി തിരഞ്ഞെടുത്ത് ഏതു വിധത്തിലുള്ള മരണത്തെയാണ് അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് സൂചിപ്പിക്കുന്ന വചനമാണ് 19-ൽ നാം വായിക്കുന്നത്. കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടപ്പോൾ യേശുവിനെ പോലെ മരിക്കാൻ യോഗ്യതയില്ലാത്തതിനാൽ തല കീഴായി മരിക്കണമെന്നാണ് അവൻ ആവശ്യപ്പെട്ടത്. യോഹന്നാൻ വരുന്നത് കണ്ടപ്പോൾ അവൻ ഏതു വിധത്തിലുള്ള മരണമാണ് നേരിടേണ്ടി വരിക എന്നറിയാൻ പത്രോസിന് ആകാംക്ഷയായിരുന്നു. പൗലോസ് അടക്കം മറ്റെല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളായപ്പോൾ യോഹന്നാൻ മാത്രം സ്വാഭാവിക മരണം വരിച്ചുവെന്നാണ് ചരിത്ര സാക്ഷ്യം. പക്ഷേ പത്മോസ് എന്ന ദ്വീപിൽ ഒറ്റപ്പെട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടതും ഒരു രക്തസാക്ഷിത്വം തന്നെയാണ്. ഒരു സുവിശേഷത്തിന്റെ അവസാന വരികളിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവചരിത്രത്തിനും ഇതുപോലെ ഒരു അവസാന അധ്യായമുണ്ട്. നമ്മുടെ ചരിത്രവും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അവസാന താളുകളിൽ എന്ത് എഴുതപ്പെടുന്നു എന്നുള്ളത് സുപ്രധാനമാണ്. സാവൂൾ പൗലോസ് ആയ പോലെ, ശിമിയോൻ പത്രോസ് ആയ പോലെ, യോഹന്നാൻ കുരിശും ചുവട് കഴിഞ്ഞ് വ്യത്യസ്തതയിലൂടെ അരുമ ശിഷ്യനായ പോലെ ഒരു മാനസാന്തര കഥ നമുക്കുണ്ടാകണം. അവരുടെ വീഴ്ചകൾ ആത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതായിരുന്നു. നമ്മളാകട്ടെ മാമോദീസ മുതൽ പല പ്രാവശ്യം ആത്മാവിനെ സ്വീകരിക്കുന്നവരാണ്. പക്ഷേ വീണ്ടും വീണ്ടും വീണു പോകുന്നു. ആ ആത്മാവിനെ ഊതിക്കത്തിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അവസാന താളുകളിലെങ്കിലും ശുഭമായ ഒരു ചരിത്രം എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കട്ടെ.